എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ദേവാക് മോളൻ മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണ്. ഇതിവിടുത്തെ വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു വിൻമില്ലാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് അവർ ഒത്തിരി പഴയ കാര്യങ്ങൾ അവർ ചെയ്തതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് ഇതെന്ന് നോക്കിയാലോ. ലെയ്ഡൻ സിറ്റിയിൽ 19 വിൻമിൽസ് പണിതിരുന്നെങ്കിലും ദിവാക് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ മില്ലിന് 2 മുൻഗാമികൾ ഉണ്ടായിരുന്നു. 1611 ദിവാക് എന്ന പോസ്റ്റ് മിൽ പണിതു. പിന്നീട് 1667 ഒരു വുഡൻ ടവർ മില്ലിന് വഴിയൊരുക്കി. 1743 സിറ്റി കൗൺസിൽ ഇതിലും ഉയരമുള്ള ടവർ മിൽ നിർമ്മിക്കാൻ അനുമതി നൽകി. എന്നാൽ ഇത്തവണ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത്. ദിവാക് എന്നറിയപ്പെടുന്ന നിലവിലത്തെ 29 മീറ്റർ ഉയരമുള്ള മില്ലാണിത്. ഇതിൻ്റെ ബോഡി നിർമ്മിക്കാൻ 3 മാസമേ എടുത്തുള്ളൂ. അത്യാവശ്യം കപ്പാസിറ്റി നൽകുന്ന 4 കുറയാത്ത മിൽക്കല്ലുകളാണ് മില്ലിൽ ഉപയോഗിച്ചിരുന്നത്. ലെയ്ഡൻ്റെ ജനസംഖ്യ കുറയുകയും മോട്ടോറൈസ് ഗ്രൈൻഡിംഗ് ഉപകരണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പലതും പൊളിച്ചു മാറ്റിയപ്പോൾ മില്ലുകൾ കൂടുതൽ ദുർബലമായ അവസ്ഥയിലായി. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ട് വരെ ദിവാക് മാവ് ഉൽപ്പാദിപ്പിക്കുന്നത് തുടർന്നു. അവസാന വർഷങ്ങളിൽ ഇത് കാറ്റിനാൽ ഊർജിതമായിരുന്നില്ല. യുദ്ധാനന്തരം മില്ല് പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. പക്ഷേ ലോക്കൽ കൗൺസിൽ ഭാഗ്യവശാൽ അതിൻ്റെ സാംസ്കാരിക ചരിത്രപരമായ പ്രാധാന്യം തിരിച്ചറിയുകയും 1947 സമഗ്രമായ പുനരുദ്ധാനത്തിന് ധനസഹായം നൽകുകയും ചെയ്തു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 യൂറോയാണ് നമുക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് പെർ പേഴ്സണ്. അപ്പോൾ ഈ 6 യൂറോയിൽ നമുക്ക് ഈ പറയുന്നതൊക്കെ പ്ലേസ് മൊത്തം ചുറ്റിക്കണ്ട് നമുക്ക് മേളിൽ വിൻമില്ലിൻ്റെ ഓരോ ലെവൽ, കാരണം ഈ വിൻമില്ല് പല ലെവലായിട്ടാണ്, എല്ലാ ലെവലിലും കയറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കുറച്ച് അവർ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആൾക്കാർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയുന്ന കണക്ക് ബെഡ്റൂംസും അതുപോലെ കിച്ചണും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിൽ കയറി എഫക്റ്റ് ആട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ അലമാര, അതുപോലെ ഈ പറയുന്നവർക്ക് കിച്ചൺ, ബെഡ്റൂംസ്, അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫ്ലോറിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു വീട്ടിൽ കയറിയൊരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണുന്നതിൻ്റെ ഒപ്പം ഇതിൻ്റെ ബാക്കി ഹിസ്റ്ററിയും കൂടെ നമുക്ക് നോക്കാം. അക്കാലത്ത് മ്യൂസിയം പദവി ഇല്ലാതിരുന്നിട്ടും യുദ്ധത്തിന് മുമ്പ് തന്നെ ഈ മിൽ പതിവായി വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിരുന്നു. അവസാനത്തെ മില്ലർ ഒരു അതിഥി പുസ്തകം സൂക്ഷിച്ചിരുന്നു. അതിൽ ഏറ്റവും പഴയ ഒപ്പുകൾ 1930 മുതലുള്ളതാണ്. സന്ദർശകരെ, പ്രത്യേകിച്ച് വിദേശികളെ കാണിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. അവരുമായി ചാറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചു. 1950കളിലും 1960കളിലും മില്ലർ മുറികൾ വാടകയ്ക്കെടുത്ത വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതും അദ്ദേഹം ആസ്വദിച്ചു. മുറികളുടെ വാടക ചെലവ് കുറഞ്ഞതായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും രാവിലെ അവർ പഴയ മില്ലറുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അവസാന മില്ലറായ വില്യം 87-ാം വയസ്സിൽ 1964 മരണമടഞ്ഞു. അതിനുശേഷം 1966 ജൂൺ 2 ദിവാക് ഒരു മുനിസിപ്പൽ മ്യൂസിയമായി മാറി. വാൻഡ്രിജിൻ ശേഖരം കൂടാതെ ഒരു വലിയ ശേഖരമാണ് പ്രദർശനത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുത്തിയത്.
ലേഡൻ സിറ്റിയിലുണ്ടായിരുന്ന വിൻമിൽസിൻ്റെ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇയേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ആദ്യം കുറേ വിൻമിൽസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഓരോരോ കാലം കഴിയുന്നതനുസരിച്ച് നമ്മുടെ വിൻമില്ലിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പോൾ സത്യം പറയാൻ നമുക്കിവിടെ ഓരോ ഇയറും നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ വിൻമിൽസ് അന്ന് ഉണ്ടായിരുന്നു, എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന്. ഓരോ വർഷം കഴിയുന്തോറും വിൻമിൽസിൻ്റെ എണ്ണം കുറയുന്നത് നമുക്ക് ഇതിനകത്ത് കറക്റ്റായി കാണാൻ പറ്റും.